കട്ടപ്പന 20 ഏക്കർ തൊവരിയാർ പള്ളിമേട് കുടിവെള്ള പദ്ധതി നവീകരിക്കുന്നു. മുനിസിപ്പാലിറ്റിയുടെ 2.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതിയുടെ നവീകരണം നടത്തുന്നത്. സമീപത്തെ കിണറും നവീകരിച്ച് പൊതുജനങ്ങൾക്കായി വിട്ടുനൽകാൻ കഴിയും വിധമാണ് നവീകരണം നടത്തുന്നത്. തൊവരിയാർ എന്ന പ്രദേശം കുടിവെള്ളമില്ലാതെ വലയുന്ന പ്രദേശമാണ്. ഇവിടെ കുടിവെള്ളമുള്ള ഒരു കുളമുണ്ട്. ഇത് വർഷങ്ങളായി കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇത് നവീകരിച്ച് പൊതുജനങ്ങൾക്ക് നൽകണമെന്ന് നാളുകളായി ആവശ്യമുയരുന്നതാണ്. ഇലയും മറ്റും വീണും ജലം മലിനപ്പെടുന്നതാണ് മറ്റൊരു പ്രതിസന്ധി. ഇതിനെല്ലാം പരിഹാരം കാണുകയാണ് മുനിസിപ്പാലിറ്റി. കുളത്തിന് ചുറ്റും പൈപ്പിട്ട് ഇരുമ്പ് വല സ്ഥാപിക്കുമെന്ന് നഗരസഭാ കൌൺസിലർ ലീലാമ്മ ബേബി പറഞ്ഞു. പള്ളിമേട് കുടിവെള്ള പദ്ധതിയുടെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുളം ഏറെ നാളുകളായിട്ട് വളരെ കാടുപടലങ്ങൾ പിടിച്ച നിലയിലായിരുന്നു. ഗുണഭോക്താക്കളുടെ എല്ലാവരുടെയും ഒരു സംയുക്ത നേതൃത്വത്തിൽ ഇന്ന് ഈ കുളത്തിന്റെ പരിസരത്തുള്ള ചെറുവൃക്ഷങ്ങളെല്ലാം വെട്ടിമാറ്റി ഇതിനകത്തെ കരിയിലകളെല്ലാം മാറ്റി ഈ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് ഇതിനായി അനുവദിച്ചിട്ടുള്ള 2.5 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ കിണറിൽ മറ്റ് പൊടിപടലങ്ങളും ചപ്പുചവറുകളും വീഴാത്ത രീതിയിൽ പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് നെറ്റ് അടക്കം ഇടുന്നത് വർക്ക് നാളെ മുതൽ തുടങ്ങുകയാണ്. അതിനുവേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഫണ്ട് ഈ കുളത്തിനോട് ചേർന്ന് ഉള്ള ഒരു ചെറിയ കിണർ കൂടി, അത് പൊതുക്കിണറാണ്. ആ പൊതുക്കിണർ ആസ്തിരേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കിണറിന് കൂടി റിങ് സ്ഥാപിച്ചുകൊണ്ട് അതിന് കപ്പിയിട്ടുകൊണ്ട് അതിനും വല സ്ഥാപിച്ചുകൊണ്ട് അത് പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കുളത്തിന് സമീപമുള്ള കിണർ റിങ് ഇറക്കി മുകളിൽ നെറ്റിട്ട് പദ്ധതിക്കായി കൈമാറും. കുളവും കിണറും ശുചീകരിച്ച് നവീകരിച്ച ശേഷം പദ്ധതി പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കും. ഇന്ന് പദ്ധതിയുടെ നവീകരണ പ്രവർത്തനം ആരംഭിക്കും. കട്ടപ്പന നഗരസഭാ കൌൺസിലർ ലീലാമ്മ ബേബി 2.5 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നവീകരണം ഇന്നു മുതൽ ആരംഭിക്കും. കുളം വൃത്തിയാക്കുന്ന പ്രവർത്തനത്തിൽ തങ്കച്ചൻ പണിയൂരാളിൽ, ജോസ് മറ്റത്തിൽ, ബെന്നി വളയമ്പാറ, സുമേഷ്, കുഞ്ഞുമോൻ പുതിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം വഹിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.